ബന്ദി കൈമാറ്റത്തിൽ പ്രതിസന്ധിയിലായി ഹമാസ്. നിലവിൽ ഇസ്രായേലിൻ്റെ കണക്ക് പ്രകാരം 97ഓളം ബന്ദികൾ ഹമാസിൻ്റെ പക്കലുണ്ട്. ഇവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും ഹമാസിനോ ഇസ്രായേലിനോ ഇല്ല. എന്നാൽ ബന്ദികൾ തങ്ങളുടെ പക്കലില്ല എന്നുള്ള നിലപാട് തന്നെയാണ് വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകളിൽ ഇപ്പോൾ ഹമാസ് ഉന്നയിക്കുന്നത്. നിരവധി ബന്ദികളെ യഹിയ സിൻവാറും സംഘവും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും മറ്റ് ഭീകര സംഘടനകൾക്കും കൈമാറിയതായുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നത്. ബന്ദി മോചനം സാധ്യമായില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരില്ലെന്ന കടുത്ത നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം തന്നെ ദോഹയിലെത്തിയിരുന്നു. മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബർണിയ അടക്കമുള്ള ആളുകളാണ് ഈ സംഘത്തിലുള്ളത്. ഒരേ ഒരു നിലപാടാണ് വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രായേൽ സ്വീകരിക്കുന്നത്: ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കണം. 3 തലങ്ങളിലായി നമുക്ക് വെടിനിർത്തൽ കരാർ സാധ്യമാക്കാം. ഒന്നാമത്തെ തലം, ജീവനോടെ അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണം. രണ്ടാമത്തെ തലം, മരണപ്പെട്ട കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകണം. മൂന്നാമത്തെ തലത്തിൽ, ഹമാസിൻ്റെ ഭീകരന്മാർ ഗാസയിൽ ഇസ്രായേൽ സേനയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ മറ്റ് ഐക്യരാഷ്ട്രസഭയുടെ സേനയ്ക്ക് മുന്നിലോ കീഴടങ്ങണം. ഇതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. അതേസമയം ഹമാസ് ആകട്ടെ ബന്ദി മോചനത്തിൽ തട്ടിയാണ് അവരുടെ ചർച്ചകൾ പലതും പാതി വഴിയിൽ നിലയ്ക്കുന്നത്. കാരണം ബന്ദികളെക്കുറിച്ച് ഹമാസിൻ്റെ പക്കൽ പൂർണ്ണമായ അറിവില്ല. യഹിയ സിൻവാറിനായിരുന്നു തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ഒളിവിൽ പാർപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. 251 ബന്ദികളെയാണ് ഹമാസ് ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ആ ബന്ദികളിൽ വളരെയേറെ പേരെ വിവിധ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വീതം വെച്ചു ഹമാസ്. ആ വീതം വെച്ച ബന്ദികൾ ഇപ്പോൾ എവിടെയെന്നത് സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു വ്യക്തതയില്ല. ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളിൽ ബഹുഭൂരിപക്ഷത്തിനെയും ഹമാസിൻ്റെ ഭീകരന്മാർ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. പെൺകുട്ടികളെ, കൗമാരക്കാരികളെ, സ്ത്രീകളെയൊക്കെ പലതവണ ബലാത്സംഗം ചെയ്താണ് കൊലപ്പെടുത്തിയത്. അതേസമയം പുരുഷന്മാരെയും വൃദ്ധരെയും ഒക്കെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെയുള്ള നിരവധി മൃതശരീരങ്ങൾ ഈ റെയ്ഡിനിടയ്ക്ക് ഇസ്രായേൽ സേനയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി ജീവനോടെ അവശേഷിക്കുന്ന ബന്ദികൾ ഹമാസിൻ്റെ പക്കലില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ പക്കൽ നിരവധി ബന്ദികളുണ്ട് എന്ന് ഇറാനുമായി ബന്ധമുള്ള ഒരു ഉന്നത നേതാവ് പറഞ്ഞിരുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ പക്കൽ മാത്രമല്ല, വിവിധ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പക്കൽ ഇനിയും ബന്ദികൾ അവശേഷിച്ചിരിക്കാം. പക്ഷേ ആര് എവിടെ ഒളിവിൽ കഴിയുന്നു, ആരെ എവിടെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ കഴിവുള്ള ആളുകൾ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല. ഇതാണ് ഹമാസിനെ കുഴക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഹമാസിൻ്റെ പക്കൽ ബന്ദികൾ എവിടെ, ബന്ദികൾ ആരെയൊക്കെ നിങ്ങൾ വിട്ടയക്കും, അവരുടെ പേര് വിവരങ്ങൾ എന്തൊക്കെ എന്ന് പലതവണ അമേരിക്കയും ഖത്തറും ചോദിച്ചു. എന്നാൽ അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ ഇപ്പോഴും ഹമാസിന് കഴിയുന്നില്ല. കാരണം ഹമാസിൻ്റെ പക്കൽ ബന്ദികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരമില്ല. അങ്ങനെ ഹമാസിൻ്റെ പക്കലില്ലാത്ത വിവരം നിലവിലെ ഹമാസ് നേതൃത്വം എങ്ങനെയാണ് ഈ മധ്യസ്ഥ ചർച്ചയിൽ ഇസ്രായേലിന് നൽകുക, അല്ലെങ്കിൽ ഖത്തറിന് നൽകുക, അല്ലെങ്കിൽ ഈജിപ്തിന് നൽകുക എന്ന ചോദ്യം അവശേഷിക്കുന്നു. വെറുതെയല്ല വെടിനിർത്തൽ കരാർ ഒരു തീരുമാനത്തിലാകാതെ അനന്തമായി ഇങ്ങനെ നീണ്ടുപോകുന്നത്. വെടിനിർത്തൽ കരാർ ഒരു തീരുമാനത്തിലാവണമെങ്കിൽ രണ്ടറ്റവും മുട്ടേണ്ടതുണ്ട്. പക്ഷേ രണ്ടറ്റവും മുട്ടാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല. ഇസ്രായേൽ ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ്: നിങ്ങളുടെ പക്കൽ എത്ര ബന്ദികൾ ഇനിയുണ്ട്, ജീവനോട് എത്ര പേർ അവശേഷിക്കുന്നു, ജീവനോട് അവശേഷിക്കുന്നവരുടെ പേര് വിവരങ്ങൾ നൽകുക, അവരെ നിങ്ങൾ എന്ന് റിലീസ് ചെയ്യും, എന്ന് മോചിപ്പിക്കും. ഈ ഒരു ചോദ്യം മാത്രമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഹമാസിൻ്റെ പക്കൽ രേഖകളില്ല, ഹമാസിൻ്റെ പക്കൽ കൃത്യമായ വിവരമില്ല. ബന്ദികളിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് ഹമാസിന് പറയാൻ കഴിയുന്നില്ല. ജീവനോടെ ഉള്ളവർ എവിടെയാണെന്ന് ഹമാസിന് പറയാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ പക്കൽ ആ ബന്ദികളില്ല എന്ന് മാത്രമേ ഹമാസ് പറയുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ബന്ദികൾ എവിടെ പോയി? ആ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ബന്ദികളെ തിരികെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിട്ട് എന്തു പ്രയോജനം? ഇതാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. ബന്ദികളുടെ മോചനത്തിന് കൃത്യമായൊരു സമയപരിധി അമേരിക്ക ഹമാസിന് നൽകിയിരുന്നു. അതാണ് ക്രിസ്മസിന് മുൻപുള്ള രാത്രി, ഡിസംബർ മാസം 24 അർദ്ധരാത്രി വരെ ഹമാസിന് സമയമുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ
ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണം. ഇസ്രായേലിന് അമേരിക്ക നൽകിയ നിർദ്ദേശം ഡിസംബർ 24 മുൻപ് ഗാസയിലെ ഹമാസിൻ്റെ അടിവേര് തോണ്ടണം. അവിടെ ബന്ദികളുണ്ടെങ്കിൽ ആ ബന്ദികളെ തിരികെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ബന്ദികളുണ്ടെങ്കിൽ അവരെവിടെ ഉണ്ടെന്ന് കണ്ടെത്തണം. അത്തരമുള്ള നടപടികളിലേക്ക് പോകണം. എന്തായാലും വടക്കൻ ഗാസയിലെ അല്ലെങ്കിൽ തെക്കൻ ഗാസയിലെ ജബാലിയ, ഖാൻ യൂനിസ്, ബെയ്ത്ത് ലഹൂൺ, ബെയ്ത്ത് ലാഹിയ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിന്റെ വമ്പൻ റെയ്ഡുകൾ നടന്നിരുന്നു. നേരത്തെ ഈ പ്രദേശങ്ങളിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ, ടണലുകളിലൊക്കെ തന്നെ ബന്ദികളെ പാർപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചിരുന്നതാണ്. പലപ്പോഴും പല ഘട്ടങ്ങളിൽ ഇവർ ആ ടണലുകൾക്ക് തൊട്ടരികിൽ എത്തിയിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ടണലിലുള്ള ബന്ദികളെ കൊലപ്പെടുത്തിയ ശേഷം ഹമാസിന്റെ ഭീകരന്മാർ രക്ഷപ്പെട്ടിരുന്നു. ഇത് പലതവണ ആവർത്തിക്കപ്പെട്ട കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങൾ മുഴുവൻ തങ്ങളുടെ പരിധിയിലാക്കുകയും അവിടെ റെയ്ഡുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു ഇസ്രായേലി സേന. എന്നാൽ നിലവിലെ റെയ്ഡുകളിലും തന്നെ ബന്ദികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബന്ദികളെ ജീവനോടെയോ അല്ലെങ്കിൽ അവരുടെ മൃതശരീരങ്ങളോ കണ്ടെത്താൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ ഘട്ടത്തിലാണ് ഹമാസ് പറയുന്ന കാര്യത്തിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് IDF പോലും മനസ്സിലാക്കുന്നത്. ബന്ദികളെ എവിടെയൊക്കെയോ മാറ്റിയിരിക്കുന്നു. യഹിയ സിൻവാറിന്റെ കുബുദ്ധിയിൽ ഉദിച്ച തന്ത്രത്തിൽ ബന്ദികളെ ഏതൊക്കെയോ ഭീകര സംഘടനകൾക്ക് കൈമാറിയിരിക്കുന്നു. ബന്ദികളെ വളരെ വിദൂരതയിലുള്ള ഒളിയിടങ്ങളിലേക്ക് സൂക്ഷിക്കാൻ അയച്ചിരിക്കുന്നു. ബന്ദികളെ ഹമാസ് മറ്റുള്ളവർക്ക് വിറ്റിരിക്കുന്നു. ഇതാണിപ്പോൾ IDF മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ബന്ദികളുടെ സ്ഥാനം സംബന്ധിച്ച്, ബന്ദികളുടെ എണ്ണം സംബന്ധിച്ച് ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഹമാസ് ഈ ഘട്ടത്തിൽ പരുങ്ങുന്നത് എന്ന് ഇസ്രായേലിന് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് ഖത്തറും ഈജിപ്തുമൊക്കെ തീരുമാനമെടുക്കുകയാണ്. ബന്ദികളെ മോചിപ്പിച്ചാൽ മാത്രം വെടിനിർത്തൽ കരാറിൽ പിന്തുണയ്ക്കാമെന്ന് ഈജിപ്തും ഖത്തറും വ്യക്തമാക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരില്ലെന്ന് അമേരിക്ക നിലപാടെടുക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ജനുവരി 20 വൈറ്റ് ഹൗസിൽ പുതിയ അമേരിക്കൻ പ്രസിഡന്റായി താൻ ചുമതലയേൽക്കുന്ന സമയത്ത് ബന്ദികളുടെ മോചനം സാധ്യമായില്ലെങ്കിൽ പിന്നീട് ചർച്ചകൾക്ക് പ്രസക്തിയില്ല. പിന്നീട് നടക്കുന്നത് ഏറ്റവും കിരാതമായ നരഹത്യയായിരിക്കും. ഗാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണത്തിന് വിധേയമാകും. നരകയാതന അനുഭവിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുമ്പോൾ കിടുകിട വിറയ്ക്കുകയാണ് ഹമാസിന്റെ നേതൃത്വം. ബന്ദികൾ എവിടെയെന്നറിയില്ല, വിട്ടുകൊടുക്കാൻ ബന്ദികൾ കയ്യിലില്ല. പക്ഷേ ബന്ദികളെ വിട്ടുകൊടുക്കാതെ വെടിനിർത്തൽ കരാറും സാധ്യമാകില്ല. എന്തു ചെയ്യണമെന്നറിയാതെ നിലവിളിക്കുകയാണ് ഹമാസിന്റെ നേതൃത്വം.